ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് നമുക്കൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങിയാലോ? കൈവിരലുകളുടെ കഥയാണ്. ഒരിക്കല് നമ്മുടെ കയ്യിലെ ഈ 5 വിരലുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി, തർക്കമുണ്ടായി. ഈ തർക്കത്തിന് നേതൃത്വം വഹിച്ചതാരെന്നറിയാമോ? ഈ കുഞ്ഞു വിരലാണ്. തുടക്കം സ്റ്റാർട്ടപ്പ് ഇട്ടത് പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ ഒരിക്കല് ഈ കുഞ്ഞു വിരൽ പറഞ്ഞു, അതെ, ഇപ്പം ആരെ കാണുമ്പോഴും ഇങ്ങനെ ആരെ കാണുമ്പോഴും ആർക്ക് സല്യൂട്ട് ചെയ്യുമ്പോഴും കൈ കുപ്പുമ്പോഴും ഒക്കെ എന്നെയാണ് ആളുകൾ കാണുന്നത്. നിങ്ങളൊക്കെ എൻ്റെ പിൻനിരയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു വിരലുകൾക്ക് ഒരു കിച്ച് ഒരു അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഈ മോതിര വിരൽ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് വിവാഹ ഉടമ്പടി ചെയ്യുമ്പോൾ എൻ്റെ വിരലിലാണ് മോതിരം ഇടുന്നത്. അപ്പോൾ ഈ മോതിരം ഇടുമ്പോൾ എന്നാ ചെയ്യും? ഈ മറ്റു വിരലുകളെ ഒന്നും ഫോക്കസ് ചെയ്യത്തില്ല, എന്നിലാണ് ഫോക്കസ്. ഞാനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഞാനാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് കോളറൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മൂന്നാമത്തവൻ നടുവിരൽ പറഞ്ഞ്, നോക്കിക്കേ, എന്നെക്കാട്ടിലും പൊക്കം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലേ, എന്നെക്കാട്ടിലും താഴ്ന്നാണ് നിൽക്കുന്നത്. എൻ്റെ 2 സൈഡിലും അകമ്പടി സേവിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു മല പോലെ ഞാൻ ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കുന്നുകളെ പോലെ ഇങ്ങനെ താഴെ നിരയിൽ നിൽക്കുന്നു. അപ്പോൾ ഞാനാണ് പ്രധാനപ്പെട്ട ആൾ. അങ്ങനെ നടുവിരൽ പറഞ്ഞു. അപ്പോൾ ഈ ചൂണ്ടുവിരലോ മിണ്ടാണ്ടിരുന്നില്ല. പുള്ളിക്കാരത്തേക്കും പറയാനുണ്ടായിരുന്നു. ചൂണ്ടുവിരൽ പറയും, ദേ, ഞാൻ ചൂണ്ടി സംസാരിക്കുമ്പോഴും ദിശ കാണിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കറക്റ്റ് ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഉപദേശിക്കുമ്പോഴും ഒക്കെ ദേ എന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരിക്കുന്നത്? ചുരുണ്ടു മടങ്ങി ഒടിഞ്ഞ് എൻ്റെ പിന്നാംഭാഗത്ത് മുഖം താഴ്ത്തി വെച്ച് ആണ് ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി അവസാനം ഏത് വിരല? തള്ളവിരൽ അല്ലേ? ഈ തള്ളവിരലും പറഞ്ഞു, നോക്കിക്കേ മക്കളെ, എൻ്റെ കൈ ചെറുതാണെങ്കിലും ഒരു ഭാരം എടുക്കണമെങ്കിൽ, എഴുതണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സഹായമില്ലെങ്കിൽ മറ്റ് 4 വിരലുകളും ഹെൽപ്ലെസ് ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവർ തമ്മിൽ വിദ്വേഷമായി, സ്നേഹമില്ലായ്മയായി, ഇച്ചിരി വെറുപ്പൊക്കെയായി. ഇങ്ങനെ തല്ലുകൂടി കൊണ്ടിരിക്കുമ്പോൾ എന്നാ ചെയ്യുമ്പോൾ ഇവർ പരസ്പരം അകലും. പരസ്പരം മിണ്ടണ്ട, അടുത്തിരിക്കണ്ട, സ്നേഹിക്കണ്ട, ചേർന്നിരിക്കണ്ട, ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ നിന്നപ്പോഴോ അവർക്ക് ഭക്ഷണം കഴിക്കണം, സഹായിക്കുന്നുണ്ടോ പരസ്പരം? ഇല്ല. അവർ ഞാൻ താൻ കേമൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുവാണ്. അപ്പോൾ പരസ്പരം സഹായിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അയൽ വീട്ടിലെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. കൗൺസിലർ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു വന്ന് പറയും, മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും 5 പേരും പ്രധാനപ്പെട്ടവരാണ്, കഴിവുള്ളവരാണ്, നിങ്ങൾക്ക് പ്രത്യേക ആകൃതിയും ഭംഗിയും ഒരു പ്രത്യേക ഗുണങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കലഹിച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം? നിങ്ങൾ ഒരുമയോടെ സ്നേഹിച്ച് ഒത്തൊരുമിച്ച് നിൽക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഏകദേശം പിടികിട്ടി, നമ്മൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല, നമ്മൾ പരസ്പരം സ്നേഹിക്കണം, സഹകരിക്കണം എന്ന് മനസ്സിലായി. അവർ തമ്മിൽ ചേർന്നു. അങ്ങനെ സന്തോഷത്തോടെ അവരിങ്ങനെ കൈയടിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ സൗണ്ട് പുറത്തുള്ളവർ കേൾക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുമയോടെ ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പിന്നെ ഇവർ തമ്മിൽ കലഹമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പ്രിയമക്കളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ, നമ്മളൊരു കുടുംബം നോക്കിയാൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഞാനുണ്ട്, ഇനി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കാണും അല്ലേ? നമ്മളെ കുടുംബത്തിലും പലരും കാണും. ഇതിൽ ഒരാൾ പറയാണ്, പപ്പ പറയാണ്, ഞാനാണ് അധ്വാനിക്കുന്നത്, ഞാനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവോ? ഇനി പാവമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും അവർ നല്ല പ്രായത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇപ്പം ഇച്ചിരി കുറവുകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർ ആരോഗ്യം പോയി, ഇനി വീട്ടിൽ ആരുമല്ല, നിങ്ങളൊരു മൂലയ്ക്കിരുന്നാൽ മതി, ഞാൻ എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ പ്രിയമുള്ള എൻ്റെ മക്കളെ, വീട്ടിൽ കുഞ്ഞുമക്കളായാലും അവർക്ക് വിലയുണ്ട്, ഭാര്യയായാലും അന്തസ്സുണ്ട്, ഇനി ഭർത്താവാണെങ്കിലോ അയാൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആരായിക്കൊള്ളട്ടെ, അവർക്ക് കൊടുക്കേണ്ട വില കൊടുത്ത് അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമളം ഇങ്ങനെ പകർന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് പൊട്ടി പുറത്തോട്ടൊഴുകി അതിങ്ങനെ അയൽവക്കക്കാരുടെ ഇടയിലേക്ക് പോവും. അങ്ങനെ സുഗന്ധം പരത്തുന്ന ആൾക്കാരായി മാറും. അങ്ങനെ ജീവിക്കണ്ടേ?
നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. ആനന്ദത്തോടെ സന്തോഷത്തോടെ പരസ്പരം മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവരെ വില കുറയ്ക്കാതെ അവഗണിക്കാതെ പരിഗണിച്ച് ചേർത്ത് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഈ വിരലുകൾ വെച്ച് നമുക്കൊരു പ്രാർത്ഥന പഠിച്ചാലോ? ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പോൾ ഇനി വിരലുകളെ കാണുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയേക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴോ ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിരലാണ് ചേർന്നിരിക്കുന്നത്? ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് നമ്മുടെ തള്ളവിരലാണ് അല്ലേ? അപ്പോൾ ഈ തള്ളവിരൽ കാണുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാ? പപ്പയും അമ്മയും ചേച്ചിയും ചേട്ടനും കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് സ്പെഷ്യലായി പ്രാർത്ഥിക്കണം, അനിയനും അനിയത്തിക്കും ഇങ്ങനെ ചേർത്ത് ഈ വിരൽ കാണുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്യില്ലേ? ഓക്കെ, ഇനി രണ്ടാമത് ഇങ്ങനെ നമ്മളോട് ചൂണ്ടി സംസാരിക്കുന്നവരാരാ? ശരിയാകണം, ശരിയായില്ലെങ്കിൽ ശരിയാവില്ല, ഇങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് മിക്കവാറും ടീച്ചേഴ്സൊക്കെയാണ്, നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഈ വിരൽ കാണുമ്പോൾ നമ്മളെ ശിക്ഷണത്തിലൂടെയാകാം, സ്നേഹത്തിലൂടെയാകാം, ഉപദേശത്തിലൂടെയാകാം, ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലെത്തിച്ച ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, രണ്ട്. അപ്പോൾ ഇതാരാ? പപ്പയ്ക്കും അമ്മയ്ക്കും. ഇതാ ഗുരുക്കന്മാർക്ക്, ടീച്ചേഴ്സിന് വേണ്ടി. ഇനി മൂന്നാമത്തേനാ കണ്ടില്ലേ, ഇച്ചിരി പൊക്കം കൂടിയ ആൾ. അപ്പോൾ ഈ വിരൽ നടുവിരൽ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നേതാക്കന്മാർക്ക് വേണ്ടി. രാഷ്ട്രീയ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്, സാംസ്കാരിക നേതാക്കളുണ്ട് അല്ലേ? ഇങ്ങനെ കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ട്. നമ്മളെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്ന, ലോകത്തിനും രാജ്യത്തിനും നമ്മുടെയൊക്കെ സുരക്ഷിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അടുത്ത ഏത് വിരല? നാലാമത്തെ വിരൽ മോതിര വിരൽ. ഈ മോതിര വിരൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും ബലഹീനരായ വ്യക്തികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ബലഹീനരെന്ന് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഈ വിരൽ വെച്ച് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റ് വിരൽ വെച്ച് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഈ വിരൽ മാത്രം വെച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണത്? നമുക്ക് നമ്മളെക്കാട്ടിലും ദരിദ്രരായ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് കുഞ്ഞുമക്കൾ കാണില്ലേ വഴിയോരത്ത് പോകുമ്പോൾ ഭിക്ഷ എടുക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും, പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളെക്കാട്ടിലും പഠിക്കാൻ അറിയാത്ത, എഴുതാൻ പറ്റാത്ത അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ലാസ്റ്റ് കുഞ്ഞു വിരൽ കാണുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കും വേണം പ്രാർത്ഥന. ഓക്കെ, അങ്ങനെ നമ്മളും ജ്വലിപ്പിക്കണം നമ്മുടെ ഉള്ളിലെ ദൈവികതയെ. അപ്പം മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ബുദ്ധി തരണം, ജ്ഞാനം തരണം, ദൈവത്തിൻ്റെ സ്വഭാവം വേണം, ഈശോയുടെ മണവും ഗുണവും ഒക്കെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മനസ്സിലായോ? ഈ 5 വിരൽ കാണുമ്പോൾ ഈ 5 ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ജോബിനെ പോലെ ഇരട്ടി ഐശ്വര്യവും ഇരട്ടി സമ്പത്തും ഉള്ളവരായി മാറും. ഓക്കെ, അപ്പം മറക്കില്ലല്ലോ 5 കാര്യം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി സിസ്റ്റർ പറഞ്ഞുതരാവേ. ഇതെന്നാന്നറിയാവോ? ഇങ്ക് പാഡ്. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കാണും, അവിടുത്തെ സാറുമാരും മാമും ഒക്കെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ഒപ്പിടുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ക് പാഡ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഈ ലോകം മുഴുവനും എടുക്കുമ്പോൾ എത്ര ആളുകളുണ്ടാവും? ഐഡിയ ഉണ്ടോ? സാധാരണ പറയുന്നത് 1.8 ബില്യൺ ആളുകൾ ഈ ലോകത്തുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ കമ്മ ചെയ്ത് ഇന്ത്യ മാത്രം എടുക്കുമ്പോഴോ ഈ 8 ബില്യൺ ആൾക്കാരിൽ 1.46 ബില്യൺ ആൾക്കാർ ഉണ്ട്. അറിയാലോ, നമ്മൾ ലോക ജനങ്ങൾ കൂടെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. 1.46 ബില്യൺ ആളുകൾ. ഇനി അതും കൂടി കുറച്ചിങ്ങനെ കേരളത്തിലോട്ട് വരുമ്പം 36 മില്യൺ ആൾക്കാരാണ്. ഒക്കെ കുറച്ചുകൂടി കുറഞ്ഞ് മില്യൺ ആൾക്കാരാണ്. ഇങ്ങനെയാകുമ്പോൾ സിസ്റ്ററിൻ്റെ തമ്പ് ഇവിടെ പതിച്ച്. അപ്പോൾ ഇത്രമാത്രം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ വീടെടുത്താലും ഒരുമ്പം 3-4 പേരോ ഒരു 5-6 പേരൊക്കെ ഉണ്ടാകാം, ഒരു കുടുംബത്തിലുണ്ടാകാം. ഇത് 2-3 തമ്പ് പ്രിൻ്റ് സിസ്റ്റർ ചെയ്ത. ഓക്കെ, അപ്പോൾ വിചാരിക്കുകയാണ്, കണ്ടോ സിസ്റ്ററിൻ്റെ തമ്പ് വെച്ചിട്ട് പ്രിൻ്റാണ്. ഇനി ഈ തമ്പ് പ്രിൻറ്റിനോട് ഈ ലോകത്തിൽ ഇത്രയും പറഞ്ഞില്ലേ, ഉഗാണ്ടയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഇങ്ങനെ ഈ ലോകത്തിൽ എല്ലാ ആൾക്കാരെയും എടുത്ത് മുന്നിൽ കൊണ്ടുവന്നാലും എന്നെപ്പോലുള്ള സെയിം പ്രിൻ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കേരളത്തിലായാലും ഇന്ത്യ ആയാലും എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് തമ്പ് പ്രിൻ്റ് എടുത്താലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതെന്താ കാണിച്ചു തരുന്നത്? ഇതെന്താ പഠിപ്പിക്കുന്നത്? വ്യത്യസ്തമാണ്, വൈവിധ്യമുണ്ട്.
അങ്ങനെയെങ്കിൽ ഇത് സെറ്റ് ചെയ്തതാരാ? ഒരു ദൈവമില്ലേ? 104 സങ്കീർത്തനം വായിച്ചു നോക്കണം. അതിൽ പറയണ എൻ്റെ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണമാണ്, ഒക്കെ വൈവിധ്യപൂർണ്ണമാണ്. അപ്പം ഞാനും ആ വൈവിധ്യത്തിൽ പെടുന്നതാണ്. ഇനി കുറച്ചുകൂടി ഇങ്ങനെ 139 സങ്കീർത്തനത്തിൽ വരുമ്പോൾ കാണും, അങ്ങാണ് എൻ്റെ അന്തരംഗത്തിന് രൂപപ്പെടുത്തിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്നാണ് മെനഞ്ഞിട്ടത്. അപ്പം ഈ സകലതും മെനഞ്ഞതാരാ? ദൈവം. അത്രയും വിശിഷ്ടമായ ശ്രേഷ്ഠമായ വൈവിധ്യം, യുണിക്കുള്ള ഒരു ശരീരവും മനസ്സും ആത്മാവും കഴിവും ഒക്കെ തന്നതാരാ മക്കളെ? നമ്മുടെ ദൈവമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രിയപ്പെട്ടതാണ്, വ്യത്യസ്തമാണ്, വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. കാറ്റും കോളും ഒക്കെ വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ വീശും. അപ്പോഴൊക്കെ ഇങ്ങനെ വാടിയ ചേമ്പില പോലെ, നനഞ്ഞ ഒരു കോഴിയെ പോലെ വാടി തളരേണ്ടവരല്ല നമ്മൾ. ഓക്കെ, നമ്മൾ എവിടെ ഓടണം? പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മേലെ വരുമ്പോൾ എവിടെ പോകണം? നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയല്ല ആശ്രയിക്കേണ്ടത്. നമ്മൾ നേരെ ഓടി ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുത്ത് പോയി ചേർന്ന് ഒട്ടിയിരിക്കണം. നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടും. അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല, അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഇടമില്ല. ഓക്കെ പ്രിയമക്കളെ, അതുകൊണ്ട് എന്നാ ചെയ്യണം? വരും. ഈ ലോകമല്ലേ, ലോകം ഭയങ്കര പ്രശ്നമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കരുത്. നമ്മൾ വേഗം ഓടി നമ്മുടെ സൃഷ്ടിച്ച, നമ്മളെ മെനഞ്ഞെടുത്ത് ആ ദൈവത്തിൻ്റെ അടുത്ത് പോയി ചുമ്മാ കൈയും കൂപ്പി ആ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുക. പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രാർത്ഥനകളൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചേർന്നങ്ങ് ഒട്ടിയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥയും ക്ലൈമാക്സും മാറ്റി എഴുതും. അങ്ങനെ നമ്മളെന്നാ തല ഉയർത്തി കാർമൽ മല പോലെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ വ്യത്യസ്തതകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തിനെ അഭിമാനത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നമ്മുടെ ജീവിതം ആഘോഷിക്കാം. മക്കളെ, ആ ഫിഷ് ബോളിലേക്ക് ഒന്ന് നോക്കിക്കേ, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കേ. ആ മീനുകളുടെ ചലനം, അവരുടെ ആ മൂവ്മെൻറ്റ്, എന്ത് സുന്ദരമായിട്ടാണ് അവർ ചലിക്കുന്നത്. എന്നാൽ ഫിഷുകളെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ഡിപ്രഷൻ അടിച്ച് ഏതെങ്കിലും മൂലയിലിരിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. ഈ മീനുകൾക്ക് കുറേ കുറവുകളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വിശാലമായ കടൽ തീരം, അല്ലെ കടലില്ല, കായലില്ല, കുളമില്ല, അല്ലെങ്കിൽ കൂടെ മറ്റ് മീനുകൾ, ഇവരുടെ തരത്തിലുള്ളത്, ഇവരുടെ ഇനത്തിലുള്ള മീനുകളെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ബോളിൻ്റെ പുറത്ത് ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും നമ്മളത് കാണുന്നില്ല, അല്ലേ? ഞാനും കണ്ടിട്ടില്ല ഇതുവരെ ഈ ബോൾ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. തീറ്റ കൊടുക്കുമ്പോൾ അവ വന്ന് ഒന്നിച്ച് കഴിക്കുന്നു, വീണ്ടും അവരുടെ മൂവ്മെൻറ്റ് ഒന്ന് ചലിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലേ? സന്തോഷമാണ്. നമ്മൾ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അവർ തമ്മിൽ പ്രശ്നമില്ല, ഹാപ്പി ആയിട്ട് ഉള്ള ആ ബോളിനകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണോ? അങ്ങനെയാകണം നമ്മുടെ ജീവിതം. അപ്പോൾ ഈ മീനുകളുമായിട്ട് നോക്കുമ്പോൾ നമുക്കും കുറേ കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, താമസിക്കുന്നവരാണ്. നമുക്ക് മറ്റുള്ളവരായിട്ട് നമ്മൾ നോക്കുമ്പം ഒത്തിരി കുറവുകളുണ്ട്. അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ച് ഇങ്ങനെ നഷ്ടങ്ങൾ മാത്രം എണ്ണിയെടുത്ത് പെറുക്കിയെടുത്ത് ജീവിക്കുന്നവരാണോ? അതോ സന്തോഷത്തോടെ ഉഷാറോടുകൂടി ഉള്ളത് വെച്ച് ഓണം പോലെ ഐശ്വര്യത്തോടെ ജീവിക്കുന്നവരാണോ? അങ്ങനെ ജീവിക്കാനുള്ള ഒരു കുഞ്ഞ് ടെക്നിക്ക് പറഞ്ഞേട്ടെ. ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നമ്മളത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഹാപ്പി ആകാനുള്ള ഒരു കുഞ്ഞു ഗുട്ടൻസ്, ഒരു ക്യാപ്സ്യൂൾ. ഓക്കെ, ഗ്യാസിൻ്റെ സ്പെല്ലിങ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, GAS, ഗ്യാസ്. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസ് കുറ്റി ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ചുവന്ന കളറുള്ള ഒരു സിലിണ്ടറിൽ നിറച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് ഒരു ഭാഗത്തുണ്ടായിരിക്കും, അല്ലേ? ഇല്ലെങ്കിൽ പോയി നോക്കിയാൽ മതി, അതുണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് പോലെ നിറഞ്ഞ് സിലിണ്ടറിൽ ഗ്യാസ് ഇരിക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ എന്ത് വേണോ ഉണ്ടാക്കാം, അല്ലേ? ചായ വേണോ, കാപ്പി വേണോ, പുട്ട് വേണോ, കടല വേണോ, എന്ത് വേണോ നമുക്ക് ഉണ്ടാക്കാം. അമ്മ ഉണ്ടാക്കി തരും. ഇതുപോലെ
ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഗ്യാസ് വേണം, ഗ്യാസ് കുറ്റി വേണം, ഒക്കെ ഒരു സിലിണ്ടർ വേണം, നിറഞ്ഞ് ഗ്യാസ് ഇരിക്കുന്ന ഒരു കുറ്റി. അപ്പോൾ GAS ഓർത്താൽ മതി. ജി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക, കൃതജ്ഞതയുള്ളവരായിരിക്കുക. എന്തിനാ? നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കണ്ണും കൈയും ഒക്കെ നോക്കിയേ, നല്ല ഭംഗിയുള്ള കൈകൾ. നമുക്ക് കണ്ണ് അല്ല പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഈ ലോകം, പുഴയും കായലും അരുവിയും ചുറ്റുവട്ടത്തുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ള കണ്ണുകൾ അല്ലേ? വികൃതമായിട്ടില്ല, കുറവുകളൊന്നുമില്ല, എല്ലാം പുറത്ത് മറ്റുള്ളവരെ കാണിക്കാൻ, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്കൊരു ശരീരവും ഒരു മനസ്സും ഒരു ആത്മാവും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്കൊരു വീട് തന്നിട്ടുണ്ട് അല്ലേ? വീടില്ലാത്തവർക്കൊരു വാടക വീടെങ്കിലും ദൈവം തന്നിട്ടില്ലേ അല്ലേ? അപ്പം നമുക്ക് സുരക്ഷിതമായിരിക്കാൻ വീട് തന്നിട്ടുണ്ട്, സ്കൂള് തന്നിട്ടുണ്ട്, പഠനോപകരണങ്ങൾ തന്നിട്ടുണ്ട്, അച്ഛനെയും അമ്മയും തന്നിട്ടുണ്ട്, നമ്മുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ തന്നിട്ടുണ്ട്. അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാണ്. വിഷമം പറയുമ്പോൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഈശോ അടുത്ത് പറയാൻ ഒരു പള്ളി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ റൂം തന്നിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു ഈശോയുടെ പടമോ ഒരു മാതാവിൻ്റെ രൂപം തന്നിട്ടുണ്ട്. അത് നോക്കി നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പങ്കുവെക്കാം അല്ലേ? അപ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരു ദിവസം മതിയാവുമോ നമുക്കിത് എണ്ണി ഓർത്തോർത്ത് നന്ദി പറയാൻ? അപ്പോൾ ഇതുപോലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഇതുപോലെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൈവമേ എത്ര കരുതലോടാണ് നീ നടക്കുന്നത്, അല്ലെ? അമ്മ നല്ല ഭക്ഷണം തന്ന് കഴിക്കുമ്പോൾ ദൈവമേ ഇത്രയും നല്ല ഭക്ഷണം തന്നതിന് താങ്ക് യു. അമ്മയുടെ അടുത്തും നന്ദി പറയണം, ദൈവത്തിനോടും നന്ദി പറയണം, പ്രകൃതിക്കും നന്ദി പറയണം. ഓക്കെ, ഇങ്ങനെ തന്ന എല്ലാത്തിനും നമ്മൾ ആ കണ്ണുകളോടെ, നന്ദിയുള്ള കണ്ണുകളോടെ കാണുമ്പോൾ എൻ്റെ കൂട്ടാ നമ്മുടെ സയൻസിൽ സൈക്കോളജിയിൽ പറയുന്നത് പോലെ ഡോപാമൈൻ ഹോർമോൺ, ഓക്സിറ്റോക്സിൻ ഹോർമോൺ ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനൊക്കെ സെറട്ടോണിൻ ഹോർമോൺ, എന്താണ് ഓക്സിറ്റോക്സിൻ, സെറട്ടോണിൻ, ഡോപാമൈൻ, ഈ ഹോർമോൺസിനെ പറയുന്നത് ഹാപ്പി ഹോർമോൺസ് എന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്ദി പറയുമ്പോൾ ലോകത്തിലുള്ളവർക്ക്, വീട്ടിലുള്ളവർക്ക്, ദൈവത്തിന് നമ്മളായിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ നന്ദിയുള്ളവരായാൽ, കുറവുകളൊന്നും നോക്കാതെ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴും ഈ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാപ്പിയായി മാറും, ചെയ്യില്ലേ? ഓക്കെ, ഓരോ ചുവടുവെപ്പിലും ഓരോ നന്ദിയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഗുഡ്. അപ്പോൾ ഗ്യാസിലെ ആദ്യത്തെ ലെറ്റർ ഏതാ? ജി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തെ അക്ഷരം ഏതാ? എ, അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ, അഭിനന്ദിക്കണം. ഓക്കെ, മറ്റുള്ളവരെ വളർത്തുന്ന, ഉയർത്തുന്ന, അവരെ ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, റിസർവ് ബാങ്ക് പോലെ നമ്മൾ ശേഖരിച്ച് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നാവിൻ തുമ്പത്ത് വരേണ്ടത് മറ്റുള്ളവരെ ഉയർത്തുന്ന, അഭിനന്ദിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഏതാ? ഉദാഹരണത്തിന് ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്വിച്ച് ഇടുന്നത് പോലെ നമ്മുടെ വായിൽ നിന്ന് വരണം, കൊള്ളാം, നന്നായിട്ടുണ്ട്, വെൽ ഡൺ, സൂപ്പർ. ഓക്കെ, ഇതുപോലുള്ള വാക്കുകൾ വരണം. ഇനി എന്താ ചെയ്യണം? അഭിനന്ദിക്കണം. നമ്മളെന്നാ നമ്മുടെ കൈയെടുത്ത് നമ്മൾ മറ്റുള്ളവരുടെ തോളിൽ വെക്കില്ലേ? അപ്പോൾ തോളി തട്ടി ശരീരത്തിൽ സ്പർശിച്ച് നമുക്ക് നമ്മുടെ അഭിനന്ദനം അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ ചിലപ്പോൾ മറ്റുള്ളവരെ അഭിനന്ദിക്കില്ല, മറ്റുള്ളവർ ചിലപ്പം വിട്ടുപോകും, മറന്നു പോകും, ഓർക്കത്തില്ല, ചിലപ്പം പർപ്പസ്ഫുള്ളിയും അവരെ അവോയ്ഡ് ചെയ്യും. അപ്പോഴും വിഷമിക്കണ്ട, നമ്മൾ നമ്മുടെ തോളിൽ തട്ടി വെൽ ഡൺ. അപ്പോൾ സിസ്റ്ററിൻ്റെ പേരെന്താ? സിസ്റ്റർ സുനിത, ഫുൾ നെയിം സുനിത റൂബി. ഓക്കെ, അപ്പം വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേരുണ്ടല്ലോ. ഇപ്പം സിസ്റ്ററിൻ്റെ പപ്പ വിളിക്കുന്നതാണ് സുനി, ഒത്തിരി സ്നേഹം കൂടെ വിളിക്കുമ്പോൾ സുനു. ഓക്കെ, അപ്പോൾ അത് പപ്പ വിളിക്കുന്ന ആ പ്രിയപ്പെട്ട പേരാണ്. അപ്പോൾ വീട്ടിലെ ആൾക്കാർ വിളിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പേര്. അപ്പോൾ അതുപോലെ ഞാൻ പറയണം, സുനിക്കുട്ടാ വിഷമിക്കണ്ട, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഇത്രയൊക്കെ ചെയ്തില്ലേ, മിടുക്കിയാണ്, കൊള്ളാം, ഒരു പ്രാവശ്യമല്ലേ പറ്റിപ്പോയുള്ളൂ, അങ്ങ് വിട്, ഇറ്റ്സ് ഓക്കെ, യാ ഗുഡ്, നമുക്ക് അടുത്ത പ്രാവശ്യം തെളിയിക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ തന്നെത്താനെ അഭിനന്ദിക്കേണ്ടി വരും. അപ്പോൾ കൊടുക്കണം, നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളെയും അഭിനന്ദിക്കണം. അതിനേക്കാളുപരി മറ്റുള്ളവർക്ക് കൊള്ളാം, നല്ലത്, നന്നായി വരും, നല്ലതേ വരൂ, മിടുക്കനാണ്, നീ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ വഴി നമ്മുടെ കുടുംബം കൂടുതൽ അനുഗ്രഹവും ഐശ്വര്യവും കൊണ്ട് നിറയും. ഇതുപോലുള്ള നല്ല പഞ്ചായിട്ടുള്ള ശക്തിയുള്ള കൃപയുള്ള വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ അപ്രീസിയേഷൻ കിട്ടിയല്ലോ. ഇനി ലാസ്റ്റ്
അപ്പോൾ GAS, യെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യെസ്, എനി ഐഡിയ? യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, ചിരിക്കുക. ഓക്കെ, പുഞ്ചിരിക്കുക. നമ്മുടെ മുഖത്ത് എപ്പോഴും കൊണ്ട് നടക്കണ ഒരു പുഞ്ചിരി. ഓക്കെ, നമ്മുടെ ദുഃഖവും വിലാപവും സങ്കടമൊക്കെ ലോകം അറിയണം വേണ്ട അല്ലേ? നമ്മൾ അറിഞ്ഞാൽ പോരെ? നമ്മളെ മെനഞ്ഞ നമ്മുടെ സൃഷ്ടാവ് അറിഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണ ഒരു പുഞ്ചിരി. പുഞ്ചിരിക്കുന്നവന് ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, പുഞ്ചിരിക്കുന്നവന് ഒരു സന്തോഷമുണ്ട്. ഇനി ആ പുഞ്ചിരിക്കുമ്പോഴോ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തും ഒരു പ്രസാദം കൊണ്ടുവരുന്നു, പുഞ്ചിരി കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. പകർച്ചവ്യാധിയാണ്. ഓക്കെ, അപ്പം മറ്റുള്ളവരിൽ ആ പുഞ്ചിരി മറ്റുള്ളവരിലേക്കും വേഗം പടർന്നു പിടിക്കും. ഓക്കെ, ഇത്രയാണ് 3 കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്നുള്ളതല്ലേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്തോ. അത് നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യും, നമ്മുടെ ആരോഗ്യത്തിന് ഒരു മാറ്റം വരും, നമ്മളെ നിപ്പ് നടപ്പ് സംസാരം എല്ലാം ഹാപ്പി ആയിട്ട് മാറും. ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു അല്ലേ? അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ചുരുക്കി ഒരു സിസ്റ്റർ ഒന്ന് ചെറുതാക്കി ഒരു സംക്ഷിപ്ത രൂപത്തിൽ പറയട്ടെ. ഓക്കെ, അപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു കഥ പറഞ്ഞാൽ തുടങ്ങിയത് അല്ലേ? എന്താണ്? ഏത് കഥയാ? 5 വിരലുകൾ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുമായിരുന്നു, സന്തോഷത്തോടെ ആയിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അതിലൊരാൾ ഇച്ചിരി പ്രശ്നങ്ങൾ കൊണ്ടിട്ടത്. പുകഴ്ത്തി പറയാൻ തുടങ്ങി, ഞാനാണ് വലുത്, ഞാനാണ് സംഭവം എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആ ഉള്ള സമാധാനം പോയി. പിന്നെ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിരത്താൻ നോക്കി, ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നി. അങ്ങനെ പറഞ്ഞ് അവസാനം എന്തായി? വിരലുകൾ തമ്മിൽ അകൽച്ച വെച്ചു. ഇതുപോലെ മക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നം വരുമ്പോൾ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളുടെ സംസാരം കുറയും. രണ്ടാമത്തത്, നമ്മൾ ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അടുത്തിരിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കിച്ചുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഇട്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന ആൾ അപ്പുറമായിരിക്കും ഇരിക്കുന്നത്. അറിയാതെ നമ്മൾ ഡിസ്റ്റൻസ് ഇടും. ഒത്തിരി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ ഡയലോഗൊക്കെ വളരെ ചുരുങ്ങിയ ഭാഷയിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിലേക്ക് ഒതുങ്ങും. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല. നമ്മൾ പിന്നെ ചുവരനെ നോക്കി സംസാരിക്കും, തറയെ നോക്കും, അവിടെ ഇവിടെയൊക്കെ നോക്കും. ആ വ്യക്തിയുടെ മേലുള്ള നോട്ടം നമ്മൾ കുറയും. ഓക്കെ, പുഞ്ചിരിയാണെങ്കിലോ കുറയും. ഓക്കെ, നമുക്ക് ചിരിക്കാൻ തോന്നത്തില്ല. പിന്നെയോ ഒരു സംസാരിക്കാനുള്ള അല്ലെ ഫേസ് ടു ഫേസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ ടേൺ എടുത്ത് പോകാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ തമ്മിൽ യോജിപ്പില്ല, നമുക്കെന്തോ ഉള്ളിലൊരു ഭാരമുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അടയാളമാണ്. ഓക്കെ, അപ്പോൾ ഈ 5 വിരലുകളെ പോലെ ഇങ്ങനെ ഭിന്നിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഒന്നിച്ച് ഒരു വലിയ കാര്യം ചെയ്യാൻ നമുക്കാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനം ഈ 5 വിരലുകൾ തമ്മിൽ ഒന്നിച്ചു, പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാനും സഹകരിക്കാനും മറ്റുള്ളവരെ വില കൊടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും അല്ലേ, അവരൊന്നിച്ച് ക്ലാപ്പ് ചെയ്യപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റി. സന്തോഷത്തോടെ 5 പേരും ചേർന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു. ഓക്കെ, അതുപോലെ നമ്മുടെ വീട്ടിൽ പലരും ഉണ്ട്, കുറവുകളുള്ളവരുണ്ട്, ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആരെയും അവഗണിക്കരുത്, കുറ്റം പറയരുത്, എല്ലാവരെയും ചേർത്ത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് 5 വിരലുകളുടെ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 5 വിരലുകൾ വെച്ചുള്ള പ്രാർത്ഥന പഠിച്ചല്ലേ? അതെന്താണ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. സിസ്റ്റർ എന്താ പറഞ്ഞതെന്ന്? നമ്മളിങ്ങനെ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്നിരിക്കുന്ന വിരൽ തള്ളവിരലാണ്. ഓക്കെ, അപ്പോൾ ആ തള്ളവിരൽ കാണുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ഓർക്കണം, നമ്മളെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുടെ പേര് പറഞ്ഞ് ഈശോയുടെ അടുത്ത് എടുത്തുയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി അടുത്തതന്നെ ചൂണ്ടുവിരൽ കാണുമ്പോൾ നമ്മളെ പഠിപ്പിച്ചവർക്കും നമ്മളെ കറക്റ്റ് ചെയ്തവരും നമ്മൾ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കാൻ കാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, മൂന്നാമത്തത്, നമ്മളെക്കാൾ ഉയർന്ന് രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയൊക്കെ സേവനം ചെയ്യുന്ന, സഹായിക്കുന്ന, ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 4ാമത്തെ വിരലോ സിസ്റ്റർ പറഞ്ഞായിരുന്നു, ഈ വിരൽ വെച്ച് സാധാരണ മറ്റു വിരലുകളെ പോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ബലഹീനമാണിത്. അപ്പോൾ ലോകത്തിലെ ബലഹീനരായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി
ഈ കുഞ്ഞു വിരൽ കാണുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മളെയും എടുത്തുയർത്തണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം. നമുക്കും കുറേ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്. അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് നമുക്കും കൂടുതൽ ഊർജ്ജമുള്ളവരാകാൻ, തീഷ്ണതയുള്ളവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അതാണ് 5 ഫിംഗേഴ്സ് പ്രെയർ. വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ കാണിച്ച്. അപ്പം അവർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹവും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞേ, ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി കിട്ടിയതുപോലെ നമുക്കും ദൈവം സന്തോഷത്തോടെ വാരിക്കോരി തരും. അടുത്ത് നമ്മൾ കണ്ടത് എന്താണ്, ഈ വിരലുകളല്ലേ, ഇങ്ക് പാഡ് വെച്ച് സിസ്റ്ററിൻ്റെ വിരൽ പതിപ്പിച്ചു. അപ്പം ഇതുപോലുള്ള ഒരാളെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? ഒരാൾ പോലും ഇല്ല. ഇനി മരിച്ചവരെ എടുത്താലും കാണില്ല, ജീവിച്ചിരിക്കുന്നവരും കാണില്ല. അപ്പം അത്രമാത്രം പ്രത്യേകത ഉള്ള ആളാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും അത്രമാത്രം കെയർഫുള്ളായിട്ടാണ് ദൈവം ഡിസൈൻ ചെയ്തത്. കർത്താവ് എന്തുമാത്രം ക്രിയേറ്റീവ് ഉള്ള ആളാണല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതിനപ്പുറമാണ്. അപ്പോൾ ഇത്രയും നല്ല ദൈവം നമ്മളിങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരടുത്താണ് ഓടേണ്ടത്? ലോകത്തിൻ്റെ അടുത്തല്ല, ലോകത്തിലെ നേതാക്കന്മാരുടെ അടുത്തും ഉള്ളവരുടെ അടുത്തും അല്ല. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോണം. അവിടെ പോയി നെടുവേർപ്പെടണം, നോ പ്രോബ്ലം. കർത്താവ് അതിനും വിലയിടും. ഓക്കെ, ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം. ആ കണ്ണിൽ നോക്കി കഥ പറയുമ്പോൾ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് മാറും. ഓക്കെ, അതാണ് ഇതിലൂടെ സിസ്റ്റർ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളെപ്പറ്റി അഭിമാനം കൊള്ളണം. എപ്പോഴും കുറവുകൾ നോക്കി അയ്യോ എന്ന് പറഞ്ഞിരിക്കരുത്. എപ്പോഴും ഐ ആം ഗുഡ്, എൻ്റെ ദൈവം എന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. ഇനി ലാസ്റ്റ് എന്താ സിസ്റ്റർ പറഞ്ഞ്, ഗ്യാസ് അല്ലേ. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഗുമ്മായിട്ടിരിക്കാൻ, ഉഷാറായിട്ടിരിക്കാൻ, എനർജറ്റിക് ആയിട്ടിരിക്കാൻ ഒരു കുഞ്ഞ് ക്യാപ്സ്യൂൾ തന്നായിരുന്നു. എന്താ, ഗ്യാസ്. വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് കുറ്റി ഉള്ളതുപോലെ എപ്പോഴും ചുമന്നുകൊണ്ട് ഉണ്ടെന്ന് ഉറപ്പിക്കേണ്ട ഒരു സിലിണ്ടറും അത് നിറച്ച് ഗ്യാസും ഉണ്ടാകണം. അപ്പം GAS, G മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും എന്തിനും ഏതിനും നന്ദി പറയണം. നിപ്പിലും നടപ്പിലും നന്ദിയുടെ ഹൃദയമായിരിക്കണം. ഓക്കെ, നമ്മുടെ ഹാർട്ട് ബീറ്റില്ലേ അതുപോലെ ആയിരിക്കണം നന്ദി വരേണ്ടത്. രണ്ടാമത്തെ തന്നെ അപ്രീസിയേഷൻ. നാവിൽ എപ്പോഴും ഇങ്ങനെ സ്റ്റോർ ചെയ്ത്, റിസർവ് ബാങ്ക് പോലെ സ്റ്റോർ ചെയ്തിരിക്കേണ്ടത് തന്നെ നന്ദിയുടെ വാക്കുകൾ. കൊള്ളാം, നല്ലത്, മിടുക്കൻ, നല്ലതേ വരൂ, നീ നന്നായി വരും, ഓക്കെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ വഴി ഞങ്ങൾ രക്ഷപ്പെടും. ഇതുപോലുള്ള നല്ല നല്ല വാക്കുകൾ, ക്വാളിറ്റിയുള്ള 5 വാക്കുകളാണ് നമ്മൾ കൂടുതൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. ഓക്കെ, ലാസ്റ്റ് എന്താ, സ്മൈൽ. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ, ലോകത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിശിഷ്ടമായ സമ്പന്നമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് സ്മൈൽ. ഓക്കെ, ചിരിച്ച മുഖം ഉണ്ടായിരിക്കണം. അത് കാണുന്നവർക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറും. അവരുടെ കണ്ണുനീര് മാറി നമ്മൾ ചിരിക്കുമ്പോൾ അവർ കൂടെ ചിരിക്കും. ഓക്കെ, അതിങ്ങനെ പടർന്ന് ചുറ്റുവട്ടുള്ള എല്ലാവരെയും പുഞ്ചിരിപ്പിക്കും. അപ്പം ചെയ്യില്ലേ, കൊണ്ട് നടക്കില്ലേ? ഈ ക്യാപ്സ്യൂൾ മറക്കരുത്, GAS. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്തരായ നമ്മളുടെ വ്യത്യസ്തതകൾ കണ്ട് ഈ മീനുകളെപ്പോലെ പറഞ്ഞില്ലേ അങ്ങനെ ചലിച്ചുകൊണ്ട് ഉള്ളതിൽ വെച്ച് ഓണം പോലെ സന്തോഷത്തോടെ, ഒക്കെ ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, ഐശ്വര്യത്തോടെ, കുറവുകളെ നോക്കി വ്യസനിച്ചിരിക്കാതെ ജീവിക്കുന്നത് പോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കണം. ഒരുമയോടെ, അല്ലേ, ഒരുമയോടെ നമ്മൾ ജീവിക്കണം. ഓക്കെ, അതിനുള്ള ഒരു കൃപ, ഒരു സ്പെഷ്യൽ അഭിഷേകം നമ്മുടെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.